അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതുമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സ് വല്ലാതെ പിടയുകയാണ്, മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറം വേദനയാണ് ഈ ഒരു സമയത്തുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റമളാൻ മാസം, കൊല്ലത്തിൽ ഒരു മാസം, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 പത്തുകൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ 10 അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 10ആണ്. ആ റഹ്മത്തിൻ്റെ 10 നമ്മിൽ നിന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ലഭിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചവരുടെ കൂട്ടത്തിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ച സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ദുനിയാവിൻ്റെ പുറത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം നന്മകൾ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടി എന്ന് നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കരസ്ഥമാക്കുന്ന ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നിത്യമായിട്ട് പാരായണം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കും. സാധുക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതാനുള്ള സമയമുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഏതായാലും നമുക്ക് ദുആ രക്കാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റഹ്മത്ത് ലഭിച്ച സൗഭാഗ്യവാന്മാരുടെ, സൗഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മളുള്ളത് പരിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ 10ലാണ്. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു പോകും, ഞാൻ എത്ര കരഞ്ഞാലും, ഞാൻ എത്ര സങ്കടപ്പെട്ടാലും അള്ളാഹു എൻ്റെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരുമോ? കാരണം അത്രത്തോളം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത്രത്തോളം കുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു എൻ്റെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരുമോ? നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ മുഴുവനും നമ്മൾ ഓർത്തുകൊണ്ട് കരയുകയാണ്, പടച്ചോനെ അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് റഹ്മത്തും അള്ളാഹ് നിന്റെ മഗ്ഫിറത്ത് നൽകണം. അള്ളാഹുവാണ് ഗഫൂറുർ റഹീം. പുറത്തു കൊടുക്കുന്നതിൽ, കരുണ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാരാണ്? അള്ളാഹുവാണ്. നമുക്ക് നമ്മുടെ ഉമ്മയെപ്പറ്റി അറിയാം. നമ്മൾ എന്തൊക്കെ ചെയ്താലും, എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്താലും, എന്തെല്ലാം കുരുത്തക്കേടുകൾ ചെയ്താലും നമ്മുടെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ നമുക്കത് മാപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഉമ്മയേക്കാൾ ഇരട്ടി സ്നേഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്. അള്ളാഹുവിൻ്റെ പാപങ്ങളൊന്നും പൊരുത്തപ്പെടൂല എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിവെച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള 10 രാത്രികളിൽ അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോട് ഓടിയിട്ട് കരഞ്ഞുകൊണ്ടിങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ടുന്നത് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും ചൊല്ലുന്ന അതിമഹത്തരമായ ഒരു ദിക്ർ തന്നെയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി, അള്ളാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. ദുനൂബി, എൻ്റെ പാപങ്ങൾ, നമ്മുടെ ഖൽബുകളും നമ്മുടെ മനസ്സുകളും നമ്മുടെ ശരീര അവയവങ്ങളൊക്കെ നമ്മൾ കൊണ്ട് ചെയ്തു പോയിട്ടുള്ള ആ പാപങ്ങൾ മുഴുവനും അള്ളാഹുലേക്ക് നമ്മൾ പറയണം. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവേ, എൻ്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് മാപ്പാക്കി തരണേ അല്ലാ. അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കുന്നത്. മുഅ്മിനീങ്ങളെ, നമ്മൾ എന്തിനാണ് ചോദിക്കാതിരിക്കുന്നത്? നമ്മൾ ചോദിച്ചോളിൻ, ഒരുപാട് പ്രതിഫലം അള്ളാഹു തരും. അതുമാത്രവുമല്ല, യാ ഗഫൂർ, അള്ളാഹുവിൻ്റെ
അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായിട്ടുള്ള ഒന്നാണ് ഗഫൂർ എന്നുള്ളത്. മഹാന്മാരായ ആലിമീങ്ങൾ, സൂഫിയാക്കൾ, അവരെല്ലാവരും അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് ദ്വാരക്കുമ്പോൾ 2 കൈകൾ അവർ ആകാശത്തേക്ക് ഉയർത്തും. അവരല്ലാഹുവിനോട് പറയും, യാ ഗഫൂർ, യാ ഗഫൂർ, യാ ഗഫൂർ. അള്ളാഹുവേ, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ല, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുകയാണല്ല. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ കൊണ്ട് കഴിയില്ലേ? എന്നെ കൊണ്ട് കഴിയില്ലേ? നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? നമ്മൾ നല്ല മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് നമ്മൾ പറയാണ്, ഗഫൂറായ അല്ലാ, നീ ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ അല്ല. പരിശുദ്ധമായ റമദാനിൽ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല എന്ന് അള്ളാഹുവിലേക്ക് നമ്മൾ കരഞ്ഞിട്ട് പറയുമ്പോൾ മുഅ്മിനീങ്ങളെ, റബ്ബ് നമ്മളെ തട്ടിക്കളയോ? ഉടമയുടെ മുമ്പിൽ അടിമ ചോദിക്കാൻ, നമ്മൾ അബ്ദുള്ളയാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്, അവൻ ഉടമയാണ്. ആ റബ്ബിലേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ റബ്ബ് നമ്മളെ തട്ടൂല. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ നമ്മളോട് കാരുണ്യമുള്ളവനാണ്. അപ്പൊ ആ ഒരു ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് വരണം. ആ ഒരു കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണം. അപ്പൊ ഗഫൂർ എന്നുള്ള ദിക്ർ പതിവാക്കണം. പിന്നെ 3-മത്തത് സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിരു ഇന്നഹു കാന തവ്വാബാ. അള്ളാഹുവിലേക്ക് നമ്മൾ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം കിട്ടാനും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനും അള്ളാഹു നമ്മൾ ചോദിക്കുന്നതൊക്കെ തരാനും അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ സൂറത്തുൻ നസ്ർ ഓതൽ നല്ലതാണ്. പിന്നീട് നമ്മൾ അവിടെ ഓതാനുള്ളത് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ആമനർ റസൂൽ. ആ ആമനർ റസൂൽ നമ്മൾ ഓതിക്കൊണ്ട് കടന്നു വരുമ്പോൾ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല. അള്ളാഹുവിന്റെ മഗ്ഫിറത്തും അള്ളാഹിന്റെ മർഹമത്തും നമുക്ക് ലഭിക്കുമല്ലോ. അപ്പൊ റബ്ബിന്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കണം. മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പലരും മരിച്ചുപോയി. നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാർ, അവരൊക്കെ വിചാരിച്ചിരുന്നില്ലേ ഇനി ഒരു സമയത്ത് അള്ളാഹുലേക്ക് തൗബ ചെയ്യാമെന്ന്? പക്ഷെ അള്ളാഹു അതിനുള്ള ഒരു അവസരം കൊടുത്തിട്ടില്ല, അല്ലേ? അതുകൊണ്ട് ചിന്തിക്കണം. നമ്മൾ അള്ളാഹുലേക്ക് ഈ പറഞ്ഞ സൂറത്തുകളൊക്കെ ഓതി നമ്മൾ അള്ളാഹുലേക്ക് അടുക്കണം. അള്ളാഹു നമുക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇന്നലെയും ഇന്നക്കിട്ട വീഡിയോയുടെ അടിയിൽ ഒരുപാട് ആളുകൾ മക്കളില്ലാത്ത കാര്യം പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മക്കളെ കൊടുക്കട്ടെ. അതുപോലെ തന്നെ പല ആളുകളും വീടിൻ്റെ അങ്ങനത്തെ പല കാര്യങ്ങളും എല്ലാം ഞാൻ അൽഹംദുലില്ലാഹ് വായിക്കുന്നുണ്ട്. എല്ലാ ദുആയിലും നിങ്ങളെ ഉൾപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.